നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ മുംതഷിർ അഹമ്മദ്. ഞാൻ റിവർഷോർ ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിദഗ്ധനാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഓർത്തോ ഒ പിയിൽ വരുന്ന പേഷ്യൻസിൽ 10ൽ ഒരു 6 പേർക്കോ 5 പേർക്കോ ഉണ്ടാകുന്ന പോലത്തിലുള്ള മുട്ടുവേദനയെ സംബന്ധിച്ചാണ്. 60 വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് കൂടുതലായിട്ടും മുട്ടുവേദന കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ കാൽമുട്ടിൻ്റെ തേയ്മാനമാണ് ഇതിൻ്റെ പ്രധാന കാരണം. കാൽമുട്ടിൻ്റെ ജോയിൻറ്റിനുള്ളിലെ തരുണാസ്ഥി അഥവാ കാർട്ടിലേജിന് വരുന്ന ബലക്ഷയമാണ് ഇതിൻ്റെ പ്രൈമറി കോസായിട്ട് പറയാനുള്ളത്. കൂടുതലായിട്ടും പേഷ്യൻസ് കാൽമുട്ടിന് വേദന, സ്റ്റെപ്പുകൾ കയറാനും ഇറങ്ങാനുമുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ മുട്ട് കുത്തിരിക്കുക, ചമ്രം പണിയിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമായിട്ടാണ് ഒ പിയിൽ വരുന്നത്. എക്സ്റേ എടുത്ത് കാൽമുട്ടിൻ്റെ തേയ്മാനമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ചികിത്സയായിട്ട് പലവിധ ചികിത്സാ രീതികൾ ഇപ്പോൾ അവലംബിക്കുന്നുണ്ട്. മെയിനായിട്ടും വേദനയുള്ള രോഗികൾക്ക് കുറച്ച് ആശ്വാസത്തിന് വേണ്ടിയിട്ട് വേദന സംഹാരികൾ കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീരീഡിന് കൊടുക്കാം. അതുപോലെ തന്നെ കാൽമുട്ടിൻ്റെ ചുറ്റുമുള്ള മസിലുകളുടെ ബലപ്പെടുത്താനുള്ള ഫിസിയോതെറാപ്പി എക്സസൈസുകളുമാണ് വേറെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്. പ്രധാനമായും രോഗിയുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് എനിക്ക് കൂടുതലായി പറയാനുള്ളത്. രോഗിയുടെ വെയിറ്റ്, ഭാരം കുറയ്ക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ കൂടെ കാൽമുട്ടിൻ്റെ ജോയിൻറ്റിന് കൂടുതലായിട്ടും സ്ട്രെസ് ഉണ്ടാക്കുന്ന കണ്ടീഷൻസായ സ്റ്റെപ്പ് കയറുക ഇറങ്ങുക, അതുപോലെ തന്നെ കയറ്റങ്ങൾ കയറുകയും ഇറങ്ങുകയും, പിന്നെ മുട്ടുകുത്തിരിക്കുക, ചമ്രം പണിയിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കെങ്കിലും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ കാലിൻ്റെ മസിലുകൾക്ക് ബലപ്പെടുത്താനുള്ള ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുകയും കൂടുതലായി ചെയ്യേണ്ടതാണ്. തുടർന്നും വേദന കുറവില്ലാത്ത രോഗികൾക്ക് ഇഞ്ചക്ഷൻ തെറാപ്പി എന്നുള്ള ചികിത്സാ രീതിയുണ്ട്. അതായത് കാൽമുട്ടിൻ്റെ ഉള്ളിലോട്ട് ഇഞ്ചക്ഷൻ അടിക്കുന്ന ചികിത്സാ രീതിയാണ്. പലതരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ ലഭ്യമാണ്. 4 മാസം മുതൽ 1 വർഷം വരെ രോഗിക്ക് ആശ്വാസമേകുന്ന ഇഞ്ചക്ഷനുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. റീജനറേറ്റീവ് തെറാപ്പി അഥവാ PRP ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ നൂതനമായ ചികിത്സാ സമ്പ്രദായം നമ്മൾ അവലംബിച്ചു വരുന്നുണ്ട്. ഈ ഒരു ചികിത്സാ രീതികളൊക്കെ അവലംബിച്ചിട്ടും രോഗിക്ക് ആശ്വാസമേകുന്നില്ല എന്നുണ്ടെങ്കിൽ മുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് അവസാനത്തെ ലാസ്റ്റ് റിസോർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്.